അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ പഠിച്ചവനെ എവിടെ തുടങ്ങണം, എവിടെ നിന്ന് പറയണം, എങ്ങനെ തുടങ്ങണം, എവിടെ നിർത്തണം എന്നെനിക്കറിയില്ല. ഇതാണ് അവസ്ഥ. കണ്ടില്ലേ നിങ്ങൾ? ഇത് ഫുള്ള് എന്താ സംഭവം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടാവും. സംഭവം വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ട് വന്ന് കുറച്ച് നിന്നിട്ട് ഇവിടേക്ക് തിരിച്ചു വന്നതാണ്, മലപ്പുറത്തേക്ക് തിരിച്ചു വന്നതാണ്. അത്രേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും വേറെ ഇല്ല. അപ്പൊ പറയാന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴും ഉണ്ടാവുന്ന പരിപാടിയാണ് കേട്ടോ. പക്ഷെ ഇത് ഇപ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് തോന്നി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാല്, ഇത്രയും സാധനങ്ങൾ ഞാൻ എപ്പോ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, എവിടുന്ന് കൊണ്ടുപോയി, ഇതിപ്പോ എങ്ങനെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെക്കും എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം വന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയാ, എന്റെ മേക്കപ്പ് സെറ്റിന്ന് അല്ലെ മേക്കപ്പ് പ്രൊഡക്ട്സ് സെറ്റ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഐ ഷാഡോന്റെ ബാലറ്റ് താഴെ വീണ് പൊട്ടി. പിന്നെ അത് അവിടെ എടുത്ത് വെച്ചു, വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ ഒരു ബാഗ് നിറച്ചും, ഒരു ട്രാവൽ ബാഗ് നിറച്ചും എൻ്റെ ഈ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളേക്ക് എന്തിനാ താത്ത ഇത് മൊത്തത്തിൽ അങ്ങോട്ട് വാരി വലിച്ചു കൊണ്ടുപോകണേ? വാരി വലിച്ചു കൊണ്ടുപോകാനുള്ള കാരണം, നമുക്ക് ദിവസവും വീഡിയോ എടുക്കണം. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ആവുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴായിരിക്കും വിചാരിക്കാം, പഠിച്ചോനെ അത് എടുത്തില്ലല്ലോ, ശരി അതുകൂടി എടുത്താൽ മതിയായിരുന്നു, അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പലവട്ടം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് പ്രൊഡക്റ്റ് ഇവിടെ, കുറച്ച് പ്രൊഡക്റ്റ് അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഫുൾ പ്രൊഡക്റ്റ് കൊണ്ടുപോകാം. പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇത് പോകുന്ന സമയത്ത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോകുന്ന സമയത്ത് വെച്ചാല് ഇത്താത്താന്റെ ഡെലിവറിക്കൊക്കെ മുന്നേ അവൾക്ക് എത്ര 8 മാസം അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പോകുന്ന സമയത്ത് താത്താക്ക് ഒരു ഹോസ്പിറ്റൽ കേസായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ പിന്നെ ഉസ്മാൻ ഓരോരോ വരുന്ന സമയത്തും ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ഓരോന്ന് കൊണ്ടുവന്ന് അവസാനം ഇവിടെയുള്ള എല്ലാ മേക്കപ്പ് സെറ്റും അവിടെയും, ഇവിടെയുള്ള എല്ലാ ഡ്രസ്സും അവിടെയുമായി. അവസാനം ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വന്നേക്കണം. അങ്ങനെ ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്ത് ആദ്യം മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ, ഡ്രസ്സ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ കൊണ്ട് സെറ്റ് ചെയ്താൽ പോരല്ലോ, അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെക്കണം, മടക്കിയിട്ട് വെക്കണം. എല്ലാം കൂടെ ഫുൾ ടാസ്ക് ആണ്. ഇതിപ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഉസ്മാനോട് അവിടെയുള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ പറയും ഇവിടെയുള്ള കുറച്ച് ഡ്രസ്സ് അങ്ങോട്ട് എടുക്കണം, അപ്പോൾ വീഡിയോ അയക്കല്ലേ, വീഡിയോ കോൾ ചെയ്യും, ഞാൻ കാണിച്ചു തരാം ഏതാ എടുക്കണ്ടേന്നൊക്കെ പറയും. അങ്ങനെ എടുക്കുമ്പോൾ ഉസ്മാൻ അങ്ങോട്ട് എടുക്കും, മടക്കി വെച്ചതൊക്കെ അപ്പോൾ അലങ്കോലാവും. ഉസ്മാൻ തപ്പി തിരിഞ്ഞ് വരുന്ന തിരക്കിലായിരിക്കും ഞാനത് പറയാം. അപ്പൊ അത് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ കുളവും. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ ഫുള്ളായിട്ട് അലങ്കോലായി കിടക്കായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഡ്രസ്സ് വെക്കുന്ന ആ ഒരു സംഭവം അവിടെ ഫുള്ളായിട്ട് കൊളായിട്ട് കിടക്കായിരുന്നു. അങ്ങനെ ഞാൻ അത് മൊത്തത്തിൽ എടുത്ത് താഴോട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് തൊട്ട് ആദ്യം പൂജ്യം തുടങ്ങാന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ മടക്കി മടക്കി ഇങ്ങനെ കയറ്റി വെച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത് 2-2.5 ദിവസം എടുത്തിട്ടാണ് ഇതെല്ലാം ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കിയോ പാവത്തത്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ 2 ദിവസം പിടിച്ചിട്ടാണ് ഒക്കെ സെറ്റാക്കി എടുത്തത്. അങ്ങനെ ഞാൻ ഓരോന്ന് മടക്കി വെക്കാൻ വേണ്ടി തുടങ്ങി. ഡെയിലി യൂസിന് ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അങ്ങനെയാണ്, ഇന്നല്ല അന്ന് ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ വെച്ചു. പിന്നെ കുറേ ഡ്രസ്സ് മടക്കി വെച്ചു, കുറേ ഡ്രസ്സ് കയറ്റി വെച്ചു. എന്നിട്ടും ഇത്രയും ഡ്രസ്സ് ഇനിയും വെക്കാനും ഇതാക്കാനും ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതെല്ലാം എന്താ പറയുക, എല്ലാ പ്രാവശ്യവും ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ ഉണ്ടാവുന്നതാണെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ, വല്ലാണ്ട് അങ്ങോട്ട് കൂടുതലായ പോലെ എനിക്ക് തോന്നി. പിന്നെ അതേപോലെ എൻ്റെ സൗണ്ടിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അത് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മാറിക്കിടക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചില്ല എനിക്ക് ഒരു ഉത്സാഹം ഉണ്ടാവില്ല കേട്ടോ. മീൻസ് അങ്ങോട്ട് ഒരു തൃപ്തി വരില്ല റൂം കാണുമ്പോൾ. മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം, അപ്പോഴേ ഒരു രസമായിട്ട് തൃപ്തിയായിട്ട് തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ ഞാൻ സെറ്റാക്കി വെച്ച് 2-2.5 ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, ഒരു രസമല്ലേ വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല, ഓരത്ത് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.